Hi dear students, welcome to my classroom. Now we are going to discuss about a concept in modern recruitment method. There are different concepts in modern recruitment methods like scouting, re-recruitment, event recruitment, ESOP, networking, cast a wider network, etc. Here the first one, scouting. Scouting means sending the representatives of the organizations to various sources of recruitment with a view to persuading or stimulating them to apply for the job. The representatives give information about the company and exchange information, ideas and clarify the doubts of the candidates. സ്കൗട്ടിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഓർഗനൈസേഷൻസ് അവിടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വാരിയസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിലേക്ക്. ദെൻ കാൻഡിഡേറ്റ്സിനെ ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ഈ റെപ്രസെൻറ്റേറ്റീവ്സ് കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിന് എക്സ്ചേഞ്ച് ചെയ്യും, ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്ചേഞ്ച് ചെയ്യും. ആൻഡ് ഓൾസോ ക്ലാരിഫൈ ദെയർ ഡൗട്ട്. കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക കൂടെ ചെയ്യും. ഈ ഒരു മെത്തേഡ് റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയാണ് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് ഇനീഷ്യേഷൻ കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. അനദർ കോൺസെപ്റ്റ് ഈസ് നെറ്റ്വർക്കിംഗ്. This is a very good job finding technique and is usually carried out by busy most HR professionals. The relevant and sustained relationship over a period of time can help HR professionals in networking with their colleagues to acquire resources from different fields. So here networking എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് വിത്ത് ദ പീപ്പിൾ ആണ്. കണക്റ്റിംഗ് വിത്ത് ദ പീപ്പിൾ, നോട്ട് കളക്റ്റിംഗ്. ഇറ്റ് ഈസ് കണക്റ്റിംഗ് വിത്ത് ദ പീപ്പിൾ. ദറ്റ് ഈസ് കൊളീഗ്സ് വഴി കുറേ റിലേഷൻഷിപ്സും കോണ്ടാക്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. ഈ കോണ്ടാക്ട്സിലൂടെ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇതിലൂടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പോസിബിളാണ്. ദറ്റ് ഈസ് നെറ്റ്വർക്കിംഗ്. Networking is an exchanging the contact information with the people who are interested in similar area. കൊളീഗ്സ് വഴിയൊക്കെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. കോണ്ടാക്ട്സിലൂടെ ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ഇൻഫോം ചെയ്യാം. It is about connecting with the people, building, nurturing relationship, sharing in the information, tapping into hidden job market, learning about career opportunities and pooling HR, that is human resources, expand the contacts. അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിങ്ങിലൂടെ കണക്ഷനാണ്, കണക്റ്റിംഗ് വിത്ത് പീപ്പിളാണ്. കൊളീഗ്സ് വഴി ഡിഫറെൻറ്റ് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കും. കോണ്ടാക്ട്സിലൂടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്ത് വാരിയസ് കാൻഡിഡേറ്റ്സിനെ അറിയിക്കുന്നു. അതിലൂടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പോസിബിളാണ്. ദെൻ ESOP, ദാറ്റ് മീൻസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. കമ്പനീസ് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ദിസ് പ്ലാൻ ടു സ്റ്റിമുലേറ്റ് ദി എംപ്ലോയീസ് by offering stock ownership to the employees through their employee stock option ownership option plan. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനിലൂടെ ഡിഫറെൻറ്റ് കമ്പനീസ് അവിടെയുള്ള അവരുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കമ്പനിയുടെ ഷെയർ കൊടുക്കുകയാണ്. ഇതിലൂടെ കമ്പനീസിൻ്റെ എംപ്ലോയീസ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും കൂടി ആയിത്തീരുകയാണ്. ദാറ്റ് ഈസ് അവിടെ ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഓണർഷിപ്പ് കൂടെ അവിടെയുള്ള എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ആ കമ്പനി വിട്ടുപോവാതെ എംപ്ലോയീസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ മറ്റൊരു കോൺസെപ്റ്റാണ് ESOP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. നെക്സ്റ്റ് വൺ, ഇവൻറ്റ് റിക്രൂട്ടിംഗ്. ഇവൻറ്റ്സ് ആർ സ്പോൺസേർഡ് ബൈ ദി കമ്പനി വേർ ദ കാൻഡിഡേറ്റ്സ് ആർ ലൈക്ലി ടു അറ്റൻഡ് ദി ഇവൻറ്റ്. The company present and make advertisement in that event. It will attract the candidate and letting them to know what type of participants are looking by the company. That is ഇവിടെ ഇവൻറ്റ് റിക്രൂട്ടിംഗ് ആണ്. ഇവൻറ്റ് റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കമ്പനീസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാംസ്, അവയർനെസ്, കോൺഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ കോൺഫറൻസിൽ കമ്പനീസ് അവരുടെ കാൻഡിഡേറ്റ്സ് അവർക്ക് വേണ്ട കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ
ഡിഫറെൻ്റ് കാൻഡിഡേറ്റ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോൺഫറൻസിൽ അവരെന്തെങ്കിലും ഒരു ഇവൻ്റ് വഴി കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യും. ഇവിടെ കമ്പനി പ്രസൻറ്റ് ചെയ്യും അവരുടെ അഡ്വർടൈസ്മെൻറ്റ്, ആ കമ്പനിയെക്കുറിച്ചും അവിടെയുള്ള ജോബിനെ കുറിച്ചും ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ജോബിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുമെല്ലാം കമ്പനി അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ അഡ്വർടൈസ്മെൻറ്റ് ചെറിയ ചെറിയ ഈവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് കമ്പനീസ് ആയിരിക്കും സ്പോൺസർ ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് നടക്കുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് കമ്പനീസ് ആ പ്രോഗ്രാംസിനെ സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസിൽ പങ്കെടുക്കാനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ്, ഒരുപാട് ആൾക്കാർ വരും. ഈ ആൾക്കാരിൽ നിന്ന് കമ്പനീസിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരും ജോബ് സീക്കേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ കമ്പനി അതിൻ്റെ പരസ്യം, അതായത് അഡ്വർടൈസ്മെൻറ്റിലൂടെ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നാൽ ഈ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, കമ്പനി സ്പോൺസർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ആഡ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസിലൂടെ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ജോബിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ആ കമ്പനിയെ അപ്രോച്ച് ചെയ്യുന്നു, അവർക്ക് റെസ്യൂം വഴിയൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇവൻ്റ് വഴിയാണ് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഇവൻ്റ് റിക്രൂട്ടിംഗ്. ഓക്കെ, കമ്പനീസ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാംസിലൂടെ കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാണ്, കാൻഡിഡേറ്റ്സിനെ അട്രാക്റ്റ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ റിക്രൂട്ടിംഗ്. പിന്നെ മോസ്റ്റ് ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് ലീവ് ദി കമ്പനി and let them know that they are welcome back. The reason they have maybe a change of location, a new challenge or high pay with we can't offered at that moment. If they are not satisfied at a new place, they will always appreciate the old one. They can also reduce and training cost and time which you might have spent for a newly hired employee. This course cannot be applied to all employees. അതായത് റിക്രൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി മറ്റൊരു കമ്പനിയിലേക്ക് എന്തെങ്കിലും കാരണവശാൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുതിയ കമ്പനിയിൽ അയാൾക്ക് അത്ര സാറ്റിസ്ഫൈഡും അല്ല, ചെയ്യുന്ന ജോലിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ആ കമ്പനിയോട് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ മുന്നേ വർക്ക് ചെയ്ത കമ്പനിയെക്കുറിച്ച് അയാൾക്ക് നല്ല മതിപ്പാണ് ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് ആ ഓൾഡ് കമ്പനി ഇയാളെ തിരിച്ചു വിളിക്കുമ്പോൾ ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിക്ക് ഇയാളെ വെൽക്കം ബാക്ക് തിരിച്ചു വിളിക്കാം. അങ്ങനെ ആകുമ്പോൾ പുതിയ ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഈ എംപ്ലോയിക്ക് കൊടുക്കേണ്ട. പുതിയൊരു എംപ്ലോയിയെ വെക്കുകയാണെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കമ്പനിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ തിരിച്ചു വിളിക്കുമ്പോൾ കോസ്റ്റ് ലെസ്സായിട്ട് അവർക്ക് അയാളുടെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ എംപ്ലോയിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഇത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും പോസിബിൾ അല്ല. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാലിബറുള്ള നല്ല എംപ്ലോയി ആണെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, മേക്ക് എവറി എംപ്ലോയി എ റിക്രൂട്ടർ. ദിസ് ഡസ് നോട്ട് മീൻ asking employee to refer their friends and family to the company. Make every employee a recruiter എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ചെയ്യുന്നത് എല്ലാ എംപ്ലോയീസിനോടും അവർ ഫാമിലിയുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും കമ്പനിക്ക് വേണ്ടി റെഫർ ചെയ്യാൻ പറയലല്ല. ഇവിടെ ചെയ്യുന്നത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ദിസ് ആൾസോ ക്യാൻ ബി വെരി way of advertising. Equip every employee with a company card starting the company contact details and attractive slogans are that is we are always looking out for a dynamic individuals. This can be very useful when employee know how to effectively hand out these cards to most eligible individuals. അതായത് ഇവിടെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാഫ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വർടൈസിങ് ആവുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ എംപ്ലോയീസിനെ കൊണ്ട് മറ്റ് ഫാമിലി ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കമ്പനിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തലോ റെഫർ ചെയ്യലോ ഒന്നുമല്ല. ഇവിടെ ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കാർഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കാർഡ് ഉണ്ടായിരിക്കും, വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരിക്കും. ആ കാർഡിൽ എൻട്രി, ആ കാർഡിൽ വി ആർ ഓൾവേസ് ലുക്കിങ്, ഞങ്ങൾ എപ്പോഴും ഡൈനാമിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് വേണ്ടി തിരയാണ്, അവർക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സൊക്കെ എഴുതുന്ന സെൻറ്റൻസസും സ്ലോഗൻസൊക്കെ എഴുതുന്ന സമയത്ത് ഈ കാർഡ് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ഈ കാർഡ് വഴി കമ്പനിയെക്കുറിച്ചും അട്രാക്റ്റീവായിട്ടുള്ള മെസ്സേജസും
ലൂടെ കാൻഡിഡേറ്റ് അട്രാക്റ്റ് ആവുകയാണെങ്കിൽ ആ കമ്പനിയിൽ അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്രോച്ച് ചെയ്യാം, CV കൊടുക്കാം. അതുപോലെ കമ്പനി വേണമെങ്കിൽ ഇയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അയാളെ എടുക്കുകയും ചെയ്യാം. അതായത് കമ്പനി നേരിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാതെ കാർഡുകളിലൂടെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിലൂടെ പ്രൊവൈഡ് ചെയ്യാണ്. എംപ്ലോയീസ് ഓറലായിട്ട് റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തും പറയലില്ല. കാർഡ് വഴി അത് അട്രാക്റ്റീവായിട്ട് ഉണ്ടാക്കി അതുവഴി മറ്റുള്ളവരെ, പബ്ലിക്കിനെ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ അപ്രോച്ച് ചെയ്യുന്ന, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മേക്ക് എവറി എംപ്ലോയി എ റിക്രൂട്ടർ. അപ്പോൾ ശരിക്കും ആ എംപ്ലോയി വഴിയാണ് ആ കമ്പനിയെക്കുറിച്ച് അറിയുന്നതും ജോബിനെ കുറിച്ച് അറിയുന്നതും ആ കമ്പനിയുമായിട്ട് അപ്രോച്ച് ചെയ്ത് അവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ളതും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ക്രിയേറ്റ് ആവുന്നത്. വേറൊരു കേസ് എന്ന് പറയുന്നത് കാസ്റ്റ് എ വൈഡർ നെറ്റ്വർക്ക്, വല വിരിക്കുക എന്നൊക്കെ പറയും. ദാറ്റ് ഈസ് എക്സ്പാൻഡ് യുവർ റിക്രൂട്ടിംഗ് ടു ഇൻക്ലൂഡ് സം പീപ്പിൾ ഡു നോട്ട് ഹാവ് ഓൾ സ്കിൽ യു വുഡ് ലൈക്ക് ബട്ട് യു ഹാവ് പൊട്ടൻഷ്യൽ ടു കോൺട്രിബ്യൂട്ട് ഇഫ് ദേ ആർ ട്രെയിൻഡ്. അതായത് എപ്പോഴും നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെ തിരയല്ല. യങ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്ത് അവരെ നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാസ്റ്റ് എ വൈഡർ നെറ്റ് എന്ന് പറയുവാണെങ്കിൽ ഇവിടെ കാസ്റ്റിംഗ് ദ നെറ്റ് വൈഡ് ഇൻ സെർച്ചിങ് ഓഫ് യങ് ആൻഡ് ടാലൻറ്റഡ് എംപ്ലോയീസ്. അപ്പോൾ ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് കാസ്റ്റ് എ വൈഡർ നെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പീപ്പിളിനെ സ്കില്ല് ഉണ്ടാവണമെന്നില്ല. അവരെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്ത് സ്കിൽഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും മോഡേൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മീനിങ് ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.